ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ കൊച്ചടുക്കളയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ലഞ്ച് ഉണ്ടാക്കാൻ പോണു. ലഞ്ച് എന്ന് പറയുമ്പോൾ ഇവിടെ സാധാരണയായിട്ട് കൂടുതലും തനി നാടൻ തന്നെയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. എനിക്കും നമ്മളുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും, ബോച്ചേട്ടനും അതെ, എല്ലാവർക്കും, വിഷ്ണു അനുക്കുട്ടി എല്ലാവർക്കും ഓക്കെയാണ്. നാടൻ എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമില്ല. അനുക്കുട്ടിക്കും വിഷ്ണുവിനൊക്കെ നോൺ വെജും കൂടി ഉണ്ടെങ്കിൽ സന്തോഷമായിരിക്കും. അങ്ങനെ, പക്ഷേ ഇന്ന് നോൺ വെജ് ആസ് സച്ച് പ്ലാൻ ഇല്ല, എല്ലാം വെജ് തന്നെയാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഒരു 2-3 കറി ഒഴിക്കാനും എല്ലാം കൂടി ചേർന്നിട്ട് ചെയ്യാൻ പോകണു. തനി നാടൻ. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉണ്ടാക്കി തുടങ്ങിയാലോ? കാര്യം 2-3 കാര്യങ്ങൾ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ സമയം ഒട്ടും തന്നെ വേസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ഉണ്ടാക്കാൻ പോകണു. അപ്പോൾ നിങ്ങൾ കാണുക. കുറച്ച് കൂർക്ക വാങ്ങിയിട്ടുണ്ട്. കൂർക്ക എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവററ്റാണ് കേട്ടോ. ചൈനീസ് പൊട്ടറ്റോ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് പേര് അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ കൂർക്ക വെച്ചിട്ടൊരു ഉടച്ച കറിയാണ് ചെയ്യാൻ പോകുന്നത്. കൂർക്ക ക്ലീൻ ചെയ്ത് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നന്നായിട്ട് കഴുകണം, 3-4 വെള്ളം. കാര്യം ഇത് മണ്ണിൻ്റെ അടിയിലുണ്ടാകുന്ന കാര്യമായതുകൊണ്ട് ഉരുളക്കിഴങ്ങൊക്കെ പോലെ ഇഷ്ടം പോലെ മണ്ണുണ്ടാവും. പിന്നെ ഇതിൻ്റെ ക്ലീനിങ് പ്രോസസ്സ് ഇച്ചിരി പാടായിട്ട് എല്ലാവരും പറയും. പക്ഷേ കുഴപ്പമില്ല. ഇതൊരു തോർത്തിൽ കെട്ടിയിട്ട് നന്നായിട്ട് കഴുകിയിട്ട് തോർത്തിൽ കെട്ടിയിട്ട് ഇങ്ങനെ തറയിലിട്ട് കുറച്ച് പ്രാവശ്യം ഇങ്ങനെ അടിച്ചാൽ മതി, തിരിച്ചും മറിച്ചും ഇട്ട്. അപ്പോൾ അതിൻ്റെ സ്കിന്നൊക്കെ ഇളകി വരും. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ചെറിയ ക്ലീനിങ്ങിൻ്റെ ആവശ്യം വരുള്ളൂ. അങ്ങനെയാണ് ഇതിൻ്റെ ക്ലീനിങ് പ്രോസസ്സ് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതെന്തായാലും നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3-4 വെള്ളം കഴുകിയിട്ടുണ്ട്. കൽച്ചട്ടിയിലാണ് നമ്മുടെ കൂർക്ക ഉണ്ടാക്കാൻ പോകുന്നത്. വെള്ളമൊക്കെ തിളച്ച് തുടങ്ങി. ഏകദേശം ഒരു 3 കപ്പ് വെള്ളം ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കഴുകി വൃത്തിയാക്കിയ കൂർക്ക കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ചേർക്കാം. വെള്ളം പോരാതെ വരികയാണെങ്കിൽ, ഇനിയും വേകാനായിട്ട് വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഏത് സ്റ്റേജിൽ വേണമെങ്കിലും വെള്ളം ചേർത്ത് കൊടുക്കാമല്ലോ. ഇത് കൽച്ചട്ടി ആയതുകൊണ്ട് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ചൂട് നന്നായിട്ടിങ്ങനെ അതിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നന്നായിട്ട് കിട്ടും, റീറ്റെയിൻ ചെയ്യും ആ ഒരു ചൂട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ പിരിയമുളകിൻ്റെ പൊടിയും ചേർക്കുന്നു. കുറച്ച് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കുക കേട്ടോ. പെട്ടെന്ന് വേകാനും അതിനൊരു പ്രത്യേക സ്വാദ് കിട്ടാനും കൂടിയാണ്. ഇത് നോക്കിയാൽ നന്നായിട്ട് തിളച്ച് മറിഞ്ഞു തുടങ്ങി. ഇനി തീ അല്പം കുറച്ച് കൊടുക്കാം. ഒരു മീഡിയം ചൂടിൽ കിടക്കട്ടെ. ഇനി നന്നായിട്ട് വെന്ത് ഏകദേശമൊക്കെ വെള്ളം വറ്റാറാകുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് അരപ്പും കൂടി റെഡിയാക്കി വയ്ക്കും. 1 കപ്പ് തേങ്ങ ചിരകിയതും, അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടിയാണ് ഇതിന് കൂടുതൽ നല്ലത് കേട്ടോ. വെളുത്തുള്ളിയുടെ അല്ലി, ഇതിപ്പോൾ ചെറിയ അല്ലി ആയതുകൊണ്ട് ഒരു 5-6 അല്ലി ചേർക്കുകയാണ്. വലിയ അല്ലിയാണെങ്കിൽ ഒരു 2 വലിയ അല്ലി മതിയാകും. പച്ചമുളക് ഒരെണ്ണം, ഇതൊരു വലിയ പച്ചമുളകാണ്. അതുകൊണ്ട് 2ആയിട്ട് മുറിച്ചിടുമ്പോൾ 2 പച്ചമുളകിൻ്റെ ഗുണം ചെയ്യും. അപ്പോൾ ചെറിയ പച്ചമുളകാണെങ്കിൽ 2 എണ്ണം എടുക്കാം. അപ്പോൾ ഇതിൽ കുരുമുളകിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കയറി നിൽക്കേണ്ടത്. ആ എരിവ് അതിൽ നിന്നാണ് വരേണ്ടത്. ഇനി മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നു. ചെറിയ ജാറാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കുകയാണ്. ആ ഒരു തേങ്ങയിൽ കൂടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇരിക്കട്ടെ. ഇനി തരിതരിപ്പായിട്ടൊന്ന് അരിച്ചെടുക്കാം. കൂർക്കതയെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് ചാറും ബാക്കിയുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കാം. തേങ്ങയുടെ അരപ്പ്, പിന്നെ ആ മിക്സിയുടെ ജാറ് കഴുകിയ കുറച്ച് വെള്ളം, ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി കിടന്ന് ഒന്നുകൂടി ഒന്ന് തിളച്ച് കുറുകി വരട്ടെ. ഇപ്പോൾ ഏകദേശം ചാറൊക്കെ കുറഞ്ഞിട്ടുണ്ട്, പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി തവി കൊണ്ടൊന്ന് നന്നായിട്ട് ഇളക്കി ഉടച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടയണം, കുറച്ച് കഷ്ണമൊക്കെ അങ്ങനെ തന്നെ കിടക്കുകയും വേണം. അപ്പോൾ ഒരു കുഴഞ്ഞ പാകത്തിന് കിട്ടും. ഇപ്പോൾ നന്നായിട്ട് ഉടഞ്ഞ് കഷ്ണങ്ങളൊക്കെ പാകമായിട്ടുള്ള ഉടയിലൊക്കെ ആയി കഴിഞ്ഞു. ചാറൊക്കെ കറക്റ്റാണ്. കാര്യം ഈ ചട്ടിയിൽ ഇരുന്ന് ഒന്നുകൂടി ഒന്ന് വറ്റും. അപ്പോൾ അതനുസരിച്ചിട്ട് ഉള്ളൊരു കുറച്ച് ചാറ് ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. ഇനി താളിക്കൽ പരിപാടിയാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം. 1 ടീസ്പൂൺ കടുക് പൊട്ടിത്തുടങ്ങി. 4 വറ്റൽമുളക് മുറിച്ചിടാം. കറിവേപ്പില നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇത് കറിയുടെ മുകളിലായിട്ട് ഒഴിക്കുന്നു. ഒരു ചെറിയൊരു മിക്സിങ്. ഓക്കെ, അങ്ങനെ കൂർക്ക ഉടച്ച കറി റെഡി. ഇനി അടുത്ത ചീരക്കുഴമ്പ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിരിക്കുവാണ്. അപ്പോൾ ഇതിലിട്ടിട്ട് ചീര ഒന്ന് വാട്ടിയെടുക്കണം. പച്ച ചീരയാണ്, അതൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 2 കെട്ട് ചീര ഉണ്ടായിരുന്നു കേട്ടോ. ഇത് വാടുമ്പോൾ വളരെ കുറയുമല്ലോ, അത് കാരണം കൂടുതൽ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇത് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആ വെള്ളത്തിൽ കിടന്നിട്ട് ഒന്ന് വാടി കിട്ടണം, അത്രേ ഉള്ളൂ. കളറൊന്നും അധികം മാറാത്ത രീതിയിൽ ഒന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കുക.
സാധാരണ പച്ചച്ചീരയാണ്, പക്ഷേ ഇതിനെക്കാട്ടിലും കുപ്പച്ചീര എന്ന് പറഞ്ഞിട്ട് കിട്ടും. അതൊക്കെ നല്ല അറക്കീര, അതെല്ലാം കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇനി പാലക്കിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഈ രീതിയിൽ. ഇപ്പോൾ പാകത്തിന് വാടിക്കഴിഞ്ഞു, ഊറ്റി മാറ്റാം. ഇനി ഇതൊന്ന് തണുക്കട്ടെ. തണുത്തിട്ട് നല്ല തരിതരിപ്പായിട്ട് മിക്സിയുടെ ജാർ ഉപയോഗിച്ചിട്ട് ഞാനൊന്ന് അരച്ചെടുക്കും. മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നു. ഇങ്ങനെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ചെറിയ തരിതരിപ്പായിട്ട് അരച്ചാൽ മതി. ആ പച്ച കളറൊന്നും പോയിട്ടില്ല കേട്ടോ, അത് അത്യാവശ്യം കളറുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇത് അറക്കീര അഥവാ കുപ്പക്കീര അങ്ങനത്തെ ചെറിയ ടൈപ്പ് ചീര ഉണ്ടല്ലോ, അതിലായിരിക്കും ഇത് ഏറ്റവും ബെസ്റ്റായിട്ട് വരുന്നത്. പക്ഷേ ഇത് മോശമൊന്നുമല്ല കേട്ടോ. ഇനി ചട്ടിയിലേക്ക്. ഇത് നമ്മുടെ ഒരു പുതിയ ചട്ടിയാണ്, എനിക്കിഷ്ടമായി ഇതിൻ്റെ ഷേപ്പ്. നോക്കി എന്ത് രസമുണ്ടല്ലേ, ക്യൂട്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ ചൂടായി 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഒരു 3/4 ടീസ്പൂൺ നല്ല ജീരകം. ജീരകം കൂടി പൊട്ടി തുടങ്ങി. ഒരു 4 വറ്റൽമുളക് മുറിച്ചിടാം. ധാരാളം കറിവേപ്പില. ഇനി കുറച്ച് വെളുത്തുള്ളി സ്ലൈസസ് ആണ്. ഇതിപ്പോൾ ഞാൻ 4 വലിയ വെളുത്തുള്ളി സ്ലൈസസ് ആയിട്ട് മുറിച്ചതാണ് നീളത്തിൽ. 4 മീഡിയം സൈസിലെ പച്ചമുളക് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. പിന്നെ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ, ഇച്ചിരി കൂടെ പച്ചമുളക് വേണമെങ്കിലും കൂട്ടി ചേർക്കാം. എരിവ് ഈ പച്ചമുളകിൽ നിന്നാണ് കിട്ടേണ്ടത്. റൗണ്ട് പീസസ് ആയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. എല്ലാം കൂടി ഒന്ന് വഴറ്റി മൂപ്പിക്കാം. മൂത്ത് തുടങ്ങി, ചെറുതായിട്ട് കളർ മാറി തുടങ്ങുന്നു. ഇനി 1 കപ്പ് കൊച്ചുള്ളി സ്ലൈസസ് ആയിട്ട് മുറിച്ചത്, നീളത്തിന് മുറിച്ചാണ് ചെറിയ ഉള്ളി. ഇത് ഏകദേശം ഒരു 25-30 ചെറിയ ഉള്ളി എടുത്ത് മുറിച്ചാൽ 1 കപ്പ് കിട്ടും. ഇനി ആ ചെറിയ ഉള്ളി ക്ലീൻ ചെയ്ത് മുറിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്താലും മതി, അത് ഓക്കെയാണ്. പക്ഷേ ടേസ്റ്റ് എപ്പോഴും കൊച്ചുള്ളിക്ക് തന്നെ ആയിരിക്കും കേട്ടോ. മൂത്ത് തുടങ്ങി, കളറൊക്കെ ചെറുതായി മാറി വരുന്നു. ചെറിയൊരു ബ്രൗൺ കളറായി തുടങ്ങി. ഇനി തരിതരിപ്പായി അരച്ചു മാറ്റി വെച്ച ചീരയുടെ ആ ഒരു മിക്സ് അത് ചേർക്കുകയാണ്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉപ്പ് ചേർക്കുന്നു. വീണ്ടും വഴറ്റാം. ഇനി ഒരു 5 മിനിറ്റ് ഇതിൽ കിടന്ന് വഴണ്ട് വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കുന്നു കേട്ടോ. ഉപ്പ് നോക്കട്ടെ. ഇപ്പം എല്ലാം കറക്റ്റ് പാകത്തിന് ആ ഒരു വഴണ്ട് കറക്റ്റ് ഒരു കുഴമ്പ് പോലെ ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒരു ചെറിയ കാര്യം കൂടി ഞാൻ ചെയ്യാൻ പോവാണ്, നോക്കിക്കോളൂ. കുറച്ച് നെയ്യും കൂടി, നല്ല ശുദ്ധമായ പശു നെയ്യും കൂടി ചേർക്കുകയാണ്. ഒരു 1-1.5-2 ടീസ്പൂൺ വരെ ആകാം കേട്ടോ. നെയ്യൊക്കെ ഉരുകി തുടങ്ങി. ഇനി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ആ നെയ്യും കൂടി ഇതിനകത്തേക്ക് ചേർന്ന് വരുമ്പോൾ അയ്യോ, എനിക്ക് പറയാൻ പറ്റില്ല, അത്ര ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇത് അതിൻ്റെ ഒരു ഹൈലൈറ്റ് പോയിൻ്റാണ്, ആ നെയ്യ് ചേർക്കുക എന്നുള്ളത്. അങ്ങനെ ചേർത്താൽ എക്സലൻ്റ് ആയിരിക്കും. എന്തായാലും ഒരു വ്യത്യസ്തമായ രുചിയായിരിക്കും, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഞാനിവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത്. ഇച്ചിരി നെയ്യ് അവസാനം ചേർക്കും, പ്രത്യേകിച്ച് ഇങ്ങനൊരു ചീരക്കുഴമ്പ് കറിയിൽ. എക്സലൻറ്റ്. 2 കറി ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി മൂന്നാമത്തെ നമ്മൾ രസം ഉണ്ടാക്കാൻ പോകണം. സാധാരണ രസമല്ല, തേങ്ങാപ്പാൽ രസം. എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ ഗൂർക്ക റെഡിയാക്കി കഴിഞ്ഞു, എരിശ്ശേരി പോലെ. ആൻഡ് ചീരയും റെഡിയാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ചേർക്കാം. പിന്നെ ഇത് നോക്കിയാൽ നല്ല ഒന്നാന്തരം മല്ലിയില, നമ്മുടെ മോളീസ് ഗാർഡനിൽ നിന്നും ഫ്രഷ്. ഇപ്പോൾ അവിടെ മല്ലിയില ഉണ്ട് കേട്ടോ, ഫ്രഷ്. ഇത് ചേർക്കാൻ പോകേണ്ട രസത്തിൽ, അതുകൊണ്ട് ഞാൻ എടുത്ത് കടിക്കുന്നു. അപ്പോൾ ഇനി തുടങ്ങാം. അടുപ്പ് കത്തിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു താളിപ്പോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 വലിയ ടൊമാറ്റോ അരച്ചെടുക്കണം. മിക്സിയുടെ ചെറിയ ജാറോ വലിയ ജാറോ ഉപയോഗിച്ചിട്ട് പ്യൂറി ചെയ്തെടുക്കാം. ഇനി ചതച്ചെടുക്കാനുള്ള മസാലകളും എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂൺ മുഴുവൻ കുരുമുളകാണ്, ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, 2 വലിയ വെളുത്തുള്ളി. ഇതെല്ലാം കൂടി ചേർത്തിട്ട്, ഇതിപ്പോൾ ഞാൻ കല്ലേ വെച്ച് ചതച്ചെടുക്കുകയാണ്. നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചതച്ചെടുക്കാം. നോക്കിയാൽ ചതച്ച മസാലയും റെഡി. ഇനി ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ട് 1 കപ്പ് വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇതൊന്ന് നന്നായിട്ട് കുതിർന്നിട്ട് പിഴിഞ്ഞെടുക്കാം. ചട്ടി ചൂടായി കഴിഞ്ഞു. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. എണ്ണ ചൂടായി 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഇനി ഒരു 3 വറ്റൽമുളക് മുറിച്ചിടാം. കറിവേപ്പില, ഒരു വലിയ പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർക്കുന്നു. റൗണ്ട് പീസായിട്ടാണ് കേട്ടോ അരിഞ്ഞിരിക്കുന്നത്.
ഒരു 6 കൊച്ചുള്ളി സ്ലൈസസ് ആയിട്ട് നീളത്തിന് മുറിച്ചതാണ്, അതും കൂടി ചേർക്കുന്നു. എല്ലാം കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റി മൂപ്പിക്കും. ഏകദേശം മൂത്ത് കളറൊക്കെ മാറാൻ തുടങ്ങുന്നു. ഇനി ആ ചതച്ച മസാലയില്ലേ കുരുമുളകിൻ്റെ, അത് ചേർക്കുകയാണ്. വീണ്ടും വഴറ്റി മൂപ്പിക്കുന്നു. ഏകദേശം ഒരു 2 മിനിറ്റ് ധാരാളം മതിയാകും. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ടൊമാറ്റോ അരച്ചതും കൂടി ചേർക്കുന്നു. നന്നായി ഒന്ന് വഴറ്റി ഒരു 5 മിനിറ്റ് തിളക്കട്ടെ. അപ്പോൾ അതിൻ്റെ ആ പച്ചച്ചുവ, ആ ടൊമാറ്റോയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഉപ്പ് ചേർക്കുന്നു. ഒരു 1/2 ടീസ്പൂൺ, 1/4 മുതൽ 1/2 ടീസ്പൂൺ ആകാം, എന്നാലും ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇനി ആ പുളിവെള്ളം നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിരാൻ വെച്ചിരുന്നല്ലോ, ആ പുളി പിഴിഞ്ഞ വെള്ളം ചേർക്കുന്നു, 1 കപ്പോളം. ഇനി കുറച്ച് മല്ലിയില, നല്ല ഫ്രഷ് മല്ലിയില ഞാൻ കാണിച്ചു തന്നില്ലേ, അത് ചേർക്കുകയാണ്. ഇച്ചിരി കൂടെ ഉപ്പ് ചേർക്കുന്നു. നന്നായിട്ട് ഇതേ തിളച്ച് മറിയുന്നുണ്ട് രസം. തീ ഒന്ന് ഓഫാക്കി കൊടുക്കാം. എന്ന് അല്പം ഒന്ന് കൂളാകട്ടെ. അത് കഴിഞ്ഞിട്ടാണ് തേങ്ങാപ്പാൽ ചേർക്കേണ്ടത്. ഇനി തേങ്ങാപ്പാൽ 1 കപ്പ് ഇടത്തരം അയവിൽ തേങ്ങാപ്പാൽ, ഒരു മീഡിയം തിക്കെന്ന് പറയാം. 2ാം പാൽ കുറച്ച് കുറുകിയെടുത്ത്, 1ാം പാൽ വേണമെന്നില്ല. അതെ, തേങ്ങാപ്പാൽ രസം മിസ് റെഡി. ഇനി വേറൊന്നുമില്ല, വിളമ്പ് പാത്രത്തിലേക്ക് മാറ്റും. ഇനി ഒരു കിടിലൻ ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നു. അതായത് തൊലിയെല്ലാം കളഞ്ഞ മാങ്ങ, പച്ചമാങ്ങ, ഒരു മീഡിയം സൈസിലെ മാങ്ങ കഷ്ണങ്ങളായി മുറിച്ചതാണ്. അധികം പുളിയില്ലാത്ത മാങ്ങയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇങ്ങനത്തെ ചതുര കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. അതിലേക്ക് ഒരു 6 കൊച്ചുള്ളി, കുറച്ച് ഉപ്പ്, കുറച്ച് കറിവേപ്പില, ഇനി 1 ടീസ്പൂൺ നിറച്ച് കുമിച്ചെടുത്തിട്ടുണ്ട് ഫുൾ പിരിയൻ മുളകിൻ്റെ പൊടി. ഇനി മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് മാറ്റുന്നു. തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കുക. 2-3 അടി അടിച്ചാൽ മതി, അത് അരഞ്ഞ് കിട്ടും. തരിതരിപ്പായിട്ട്, ഒരുപാട് പേസ്റ്റ് ആകണ്ട. ഇത് നോക്കിയേ, ഇതേപോലെ തേങ്ങ ചേർക്കാത്ത നല്ല അടിപൊളി മാങ്ങ ചമ്മന്തി റെഡി. യമ്മി യമ്മി. തീർന്നിട്ടില്ല, ഒരു ചെറിയ കാര്യം കൂടി ചേർക്കാനുണ്ട്. അതും കൂടി വരുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് എക്സലൻ്റ് ആകുന്നത്. 1 ടീസ്പൂൺ നിറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് നോക്കട്ടെ. അടിപൊളി. ഇനി എന്താ പറയുന്നത്, കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കണം. 1 ടീസ്പൂണും കൂടി വെളിച്ചെണ്ണ. കുറച്ചുകൂടി ഉപ്പ് ചേർക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചമ്മന്തിയുടെ ഫൈനൽ ടേസ്റ്റിംഗ് നോക്കട്ടെ. ആഹാ, ഇത് മാത്രം മതി ചോറുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി മാങ്ങ ചമ്മന്തി വിത്തൗട്ട് കോക്കനട്ട്, തേങ്ങയില്ലാണ്ട് റെഡിയായി കഴിഞ്ഞു. അങ്ങനെ കറികളെല്ലാം റെഡി, ചോറും റെഡി, ടേബിളിലേക്ക് കൊണ്ടുവച്ചു. അപ്പോൾ തനി നാടൻ ലഞ്ച് കഴിക്കാനായിട്ടുള്ള പരിപാടിയാണ്. ഞാൻ എല്ലാവരും എഴുന്നതിന് മുമ്പ് ലഞ്ച് കഴിക്കുന്നതെന്ന് വെച്ചാൽ കഴിക്കുന്നതിനപ്പുറത്തേക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കണമല്ലോ തംബ്നെയിലിന് വേണ്ടി, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു പ്ലേറ്റിൽ വിളമ്പുന്നത്. നമ്മുടെ ചെമ്പാവരി ചോറ് റെഡി. ഇവിടെ നല്ല വേകണം, അതനുസരിച്ചിട്ടാണ് വേവിക്കുന്നത്. പിന്നെ തക്കാളി രസമല്ല ഇത്, ശരിക്കും തക്കാളി ടൊമാറ്റോ എന്ന് പറയുമ്പോൾ തക്കാളി തേങ്ങാപ്പാൽ രസം, പുളിയുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ രസം എന്ന് ജനറലായിട്ട് പറയാം. അങ്ങനെ പച്ചച്ചീര കുഴമ്പ് റെഡി. പിന്നെ ഗൂർക്ക ഉടച്ചത്, ഒരു ചെറിയ സിമ്പിൾ എരിശ്ശേരി പോലെയൊക്കെ ഇരിക്കും, പക്ഷേ അതിൽ തേങ്ങ വറുത്തിടുന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ നല്ല പച്ചമാങ്ങ ചമ്മന്തി, തേങ്ങ അരയ്ക്കാത്ത പച്ചമാങ്ങ ചമ്മന്തി. ഇതെന്ന് പറഞ്ഞാൽ അധികം പുളിയുള്ള മാങ്ങ എടുക്കരുത്, അല്ലാതെ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ നല്ലതായിരിക്കും. എക്സലൻ്റാണ്. അപ്പോൾ ഇനി ചോറ് വിളമ്പും. നല്ല ചമ്പാവരി ചോറ്, കുത്തിരി ചോറ് എന്നൊക്കെ പറയില്ലേ, അത്. മട്ട റൈസ് നമ്മൾ കൂടുതൽ വേവിക്കും, അതാണ് ഇങ്ങനെ കുറച്ചൊന്ന് വഴഞ്ഞ പോലെയാണ് ഇടുന്നത്, അതാണ് ഇഷ്ടം. ചീരക്കുഴമ്പ് എടുക്കട്ടെ. ഇത് വളരെ വളരെ ന്യൂട്രിറ്റീവ്, ആരോഗ്യത്തിന് ഏറ്റവും നല്ല കാര്യം, നിറയെ കഴിക്കുന്നതല്ല.
അങ്ങനെ ഗൂർക്ക ഉടച്ചത് കാണുമ്പോൾ തന്നെ അറിയില്ല എന്താ ടേസ്റ്റ്. ഇതിൻ്റെ കൂടെ പച്ച ഏത്തക്കായും കൂടെ ഇട്ടാലും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അതും എടുക്കാം. ഇതൊക്കെ കൂടി ചേർത്ത് കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റാണെന്നറിയോ ചോറിന്. നമ്മുടെ പച്ചമാങ്ങ ചമ്മന്തി വിത്തൗട്ട് തേങ്ങ. ഇത് ഭയങ്കര സംഭവമാണ്. പച്ച വെളിച്ചെണ്ണ എല്ലാം ചാലിച്ചിട്ടുണ്ട്. അപ്പാര ടേസ്റ്റാണ്. അല്ലേ, തേങ്ങാപ്പാൽ രസം കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് മോര് കാച്ചതുപോലെ ഇരിക്കുന്നു അല്ലേ. പക്ഷെ ഇതങ്ങനെയല്ല, തേങ്ങാപ്പാൽ രസമാണ്. അങ്ങനെ എല്ലാം കംപ്ലീറ്റഡ്. ഇനി കഴിച്ചാൽ മാത്രം മതി. ചോറും കറികളും റെഡി. ഇനി കഴിച്ചാൽ മാത്രം മതി. കഴിച്ച് കാണിക്കട്ടെ. ഓക്കെ, ഓരോന്നിൻ്റെ ടേസ്റ്റ് പറഞ്ഞുതരാം. തയ്യാറെടുക്കുകയാണ്. മോതിരത്തിനേക്ക് ഒന്നുകൂടി ഒന്ന് സെറ്റാക്കി. ഓക്കെ, തുടങ്ങാം. അതായത് ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് നോക്കിയാലേ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ ചീര കുഴമ്പിൽ ഇത് ശരിക്കും പറഞ്ഞാൽ കുപ്പക്കീര എന്നൊക്കെ പറയില്ല. അറക്കീര. നമ്മുടെ ഇവിടെയൊക്കെ ഈ സൈക്കിളിൽ പണ്ട് വിൽക്കാൻ കൊണ്ടുവരുന്നൊരു കാര്യമാണ്. അതാണെങ്കിൽ ഗംഭീരമായിരിക്കും, ഇതിനെക്കാട്ടിലും നന്നാവും. പക്ഷെ ഇത് മോശമൊന്നുമല്ല കേട്ടോ, ഹൈലി ന്യൂട്രിറ്റീവ്. കഴിക്കട്ടെ. ബെസ്റ്റ്. ഞാൻ അവസാനിച്ച് നെയ്യ് ഒഴിച്ചില്ലേ, ആ നെയ്യുടെ ടേസ്റ്റും കൂടി ഇങ്ങനെ ഈ ചീരയുടെ മിക്സിൽ വന്നപ്പോൾ ഏതാണ്ട് മട്ടൺ ലിവറിൻ്റെ ഫ്രൈ നെയ്യും ഉള്ളിയിട്ട് വറുത്ത് കഴിക്കില്ലേ, ആ ഒരു ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ. ആ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. വെജിന് ലിവറിൻ്റെ ടേസ്റ്റോ, അയ്യോ സോ നൈസ്. ഭയങ്കര രസമുണ്ട്. ഭയങ്കര ആരോഗ്യത്തിന് ഏറ്റവും നല്ല കാര്യമാണല്ലോ. നെയ്യും നല്ലതാണ്, ചീരയും നല്ലതാണ്. ഇനി മൈ ഫേവറേറ്റ് ഗൂർക്ക. അതെ, ഗൂർക്ക നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നല്ല വെന്ത കുറേയൊക്കെ ഉടഞ്ഞു, അങ്ങനെ വേണം. കുറേ ഉടയാതെയും ഉടഞ്ഞും അങ്ങനെ കാണുന്നുണ്ടല്ലോ. അത് ഞാൻ ഈ ഒഴിച്ചു കറിയിൽ നിന്നും മാറ്റി ചോറിൽ മാത്രം മിക്സ് ചെയ്യാം. കാര്യം എന്താ വെച്ചാൽ അതിൻ്റെ ഓരോന്നിൻ്റെയും ടേസ്റ്റ് അറിയാം. എനിക്ക് ഗൂർക്ക ഇൻ എനി ഫോം ഇഷ്ടമാണ്. ഞാൻ പക്ഷേ ഗൂർക്ക് പോർക്കും കൂടി ചേർത്ത് കഴിക്കുന്നതൊന്നും ഞാൻ കഴിക്കില്ല. ബീഫ് വിത്ത് ഈ ഗൂർക്ക ഉണ്ടാക്കും പക്ഷെ കഴിക്കില്ല. ബീഫിന് എനിക്ക് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല അത് കാരണം. പക്ഷെ ഗൂർക്ക മെഴുക്ക് വരട്ടി, അത് ഉപ്പേരി പോലെ ചെയ്യുന്നത്, തോരൻ, ഇതുപോലെ ഉടച്ചു വയ്ക്കുന്നത് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ടേസ്റ്റി, വെരി ടേസ്റ്റി. ഇനി നമ്മളെ തേങ്ങാപ്പാൽ രസത്തിൻ്റെ കോമ്പിനേഷൻ. പുളിയെല്ലാം കറക്റ്റാണ്. എനിക്ക് തന്നെ തോന്നി ചിലപ്പോൾ ടൊമാറ്റോയുടെ പുളി അല്ലാണ്ട് നമ്മുടെ വാളംപുളിയുടെ പുളി എല്ലാം കൂടി പുളി കൂടുമോ. പക്ഷേ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിയുമ്പോൾ എല്ലാം ബാലൻസാണ്. വളരെ ചെറിയ ലൈറ്റായിട്ടൊരു പുളിയേ ഉള്ളൂ കേട്ടോ, കുഴപ്പമില്ല. ഒരു നല്ലൊരു നെല്ലിക്ക വലുപ്പത്തിലെ പുളിയും അതുപോലെ 2 വലിയ ടൊമാറ്റോ പ്യൂറി ചെയ്തതാണ് ചേർത്തിരിക്കുന്നത്. അതും എക്സലൻറ്റ്. ഇനി നമ്മുടെ പച്ചമാങ്ങ ചമ്മന്തി നോക്കിക്കോളൂ. ഇതിനെല്ലാം കടത്തി വെട്ടുന്ന ടേസ്റ്റായിരിക്കും പച്ചമാങ്ങ ചമ്മന്തിക്ക്. ഏറ്റവും സിമ്പിൾ കാര്യമാണ്, നമ്മുടെ മനസ്സ് കീഴടക്കുന്ന സംഭവമായിരിക്കും. ഓ മൈ ഗോഡ്, ഊഹിക്കല്ലേ. ആഹാ, ചെറിയൊരു പുളി, ഒരുപാട് പുളിയുള്ള മാങ്ങ വേണ്ട കേട്ടോ. എക്സലൻറ്റ്. ഇനി അതും ഇതും എല്ലാം കൂടി ഒരു മിക്സി, എല്ലാം കൂടി ചേർത്തിട്ട് കഴിക്കാൻ പോണു. നോൺ വെജ് വേണ്ട, ഇത് തന്നെ ധാരാളം. ഇതിൻ്റെ കൂടെ ഒരു ഉണക്കമീൻ വറുത്തതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഈ ഒരു കോംബോയിൽ ഒരു ദിവസത്തെ മീൽ ഉണ്ടാക്കാം. അതല്ലെങ്കിൽ ഇതിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും 1 or 2 ഐറ്റം വെച്ചിട്ട് ഒരു മീൽ പ്ലാൻ ചെയ്യാം. എങ്ങനെയാണെങ്കിലും ഉണ്ടാക്കി നോക്കുക. ഓക്കെ, ഊർക്കയും നല്ലതാണ്, ചീര നല്ലതാണ്, എല്ലാം ഹെൽത്തി കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അത് കഴിക്കട്ടെ. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ വീഡിയോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു. കമൻറ്റ് ബോക്സിൽ വരാൻ മറക്കണ്ട.